ഹായ് ഫ്രണ്ട്സ്, ഗതാഗതവുമായി ബന്ധപ്പെട്ട് നാം റെയിൽവേ ഗതാഗതത്തെക്കുറിച്ചാണ് 2 ക്ലാസ്സുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ ബാക്കിയാണ് നാം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് വനിതകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ സ്റ്റേഷനാണ് കർണാടകയിലെ ബാനസ്വാടി. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ സ്റ്റേഷനാണ് കർണാടകയിലെ ബാനസ്വാടി. ജീവനക്കാരായി വനിതകൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് മുംബൈയിലുള്ള മാട്ടുംഗ റെയിൽവേ സ്റ്റേഷൻ. നോട്ട് ചെയ്യാം, ജീവനക്കാരായി വനിതകൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് മുംബൈയിലുള്ള മാട്ടുംഗ റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്ററാണ് റിങ്കു സിൻഹ റോയ്. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്ററാണ് റിങ്കു സിൻഹ റോയ്. ആദ്യ വനിതാ ലോക്കോ പൈലറ്റാണ് സുരേഖ ബോൺസ്ലെ. ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്ററാണ് റിങ്കു സിൻഹ റോയ്. ആദ്യ വനിതാ ലോക്കോ പൈലറ്റാണ് സുരേഖ ബോൺസ്ലെ. പറഞ്ഞു നോക്കാം. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ സ്റ്റേഷനാണ് കർണാടകയിലെ ബാനസ്വാടി. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ സ്റ്റേഷനാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിലെ. നോട്ട് ചെയ്യാം, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ സ്റ്റേഷനാണ് കർണാടകയിലെ ബാനസ്വാടി. ജീവനക്കാരായി വനിതകൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് മുംബൈയിലെ മാട്ടുംഗ റെയിൽവേ സ്റ്റേഷൻ. മുംബൈയിലെ മാട്ടുംഗ റെയിൽവേ സ്റ്റേഷൻ ജീവനക്കാരായി വനിതകൾ മാത്രമുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണത്. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്ററാണ് റിങ്കു സിൻഹ റോയ്. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്ററാണ് റിങ്കു സിൻഹ റോയ്. ആദ്യ വനിതാ ലോക്കോ പൈലറ്റാണ് സുരേഖ ബോൺസ്ലെ. നോട്ട് ചെയ്യുക, രണ്ടും മാറിപ്പോവരുത്. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്ററാണ് റിങ്കു സിൻഹ റോയ്. ആദ്യ വനിതാ ലോക്കോ പൈലറ്റാണ് സുരേഖ ബോൺസ്ലെ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഇന്ത്യയിലെ റെയിൽവേ പാതകൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഇന്ത്യൻ റെയിൽവേ പാതകളെ നമുക്ക് പരിചയപ്പെടാം. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ, കൽക്ക ഷിംല റെയിൽവേ. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ 1999 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയത്. നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ 2005 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയത്. കൽക്ക ഷിംല റെയിൽവേ ഹിമാചൽ പ്രദേശ് 2008 ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയത്. കൽക്ക ഷിംല റെയിൽവേ ഹിമാചൽ പ്രദേശ് 2008 ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഇന്ത്യൻ റെയിൽവേ പാതകളാണ്. പറഞ്ഞു നോക്കാം. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ 1999 നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ 2005 കൽക്ക ഷിംല റെയിൽവേ ഹിമാചൽ പ്രദേശ് 2008 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഇന്ത്യൻ റെയിൽവേ പാതകൾ. വൈഫൈയുമായി ബന്ധപ്പെട്ട 2 പോയിന്റും CCTVയുമായി ബന്ധപ്പെട്ട 1 പോയിന്റും അടുത്തത് ഓർത്തിരിക്കുക. ഗൂഗിളിന്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ സെൻട്രൽ. ഗൂഗിളിന്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ സെൻട്രൽ. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ്. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ്. നോട്ട് ചെയ്യാം, ഗൂഗിളിന്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ സെൻട്രൽ. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ്. CCTV സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ ട്രെയിനാണ്
ഷാൻ ഇ പഞ്ചാബ്. CCTV സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ ട്രെയിനാണ് ഷാൻ ഇ പഞ്ചാബ്. പറഞ്ഞു നോക്കാം. ഗൂഗിളിന്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ്. CCTV സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ ട്രെയിനാണ് ഷാൻ ഇ പഞ്ചാബ്. അടുത്ത നോക്കാൻ പോകുന്നത് കൊങ്കൺ റെയിൽവേ ആണ്. ഇന്നലെ നാം ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു. കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ ശില്പിയാണ് ഇ ശ്രീധരൻ എന്ന്, അല്ലെ? മെട്രോമാൻ പഠിക്കുമ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റാണ്. കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ ശില്പിയാണ് ഇ ശ്രീധരൻ. കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ ശില്പിയാണ് ഇ ശ്രീധരൻ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപൂർ ഭവനാണ്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം നവി മുംബൈയിലുള്ള ബേലാപൂർ ഭവനാണ്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപൂർ ഭവനാണ്. കൊങ്കൺ റെയിൽവേ പാതയുടെ നീളം കൊങ്കൺ റെയിൽ പാതയുടെ നീളം 760 കിലോമീറ്റർ ആണ്. കൊങ്കൺ റെയിൽ പാതയുടെ നീളം 760 കിലോമീറ്റർ ആണ്. കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് 1998 AB വാജ്പേയിയാണ്. കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് 1998 AB വാജ്പേയിയാണ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മാംഗ്ലൂർ വരെ. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മാംഗ്ലൂർ വരെ. കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ നോട്ട് ചെയ്യുക: മഹാരാഷ്ട്ര, ഗോവ, കർണാടക. കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നിവ. കൊങ്കൺ പാതയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ തുരങ്കമാണ് ഖർബുഡെ. ഗോവയിലുള്ള ഖർബുഡെയാണ് കൊങ്കൺ പാതയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ തുരങ്കം. ഒന്നാമത്തേത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ജമ്മു കാശ്മീരിലെ പീർ പഞ്ചലാണ്. കൊങ്കൺ പാതയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലെ ഖർബുഡെയാണ്. ഒന്നാമത്തേത് ജമ്മു കാശ്മീരിലെ പീർ പഞ്ചലിലാണ്. ചരക്കു നീക്കം സുഗമമാക്കുന്നതിന് കൊങ്കൺ റെയിൽവേ ഉൾപ്പെടുത്തിയ സംവിധാനമാണ് റോ ട്രെയിൻ. ചരക്കു നീക്കം സുഗമമാക്കുന്നതിന് കൊങ്കൺ റെയിൽവേ ഏർപ്പെടുത്തിയ സംവിധാനമാണ് റോ ട്രെയിൻ. കൊങ്കൺ മേഖലയിൽ ഓടുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി. നോട്ട് ചെയ്യുക: കൊങ്കൺ മേഖലയിൽ ഓടുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി. അപ്പം കൊങ്കൺ റെയിൽവേയെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ ശില്പിയാണ് ഇ ശ്രീധരൻ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈയിലാണ്, ബേലാപൂർ ഭവൻ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബേലാപൂർ ഭവൻ. കൊങ്കൺ റെയിൽപാതയുടെ നീളം 760 കിലോമീറ്റർ ആണ്. കൊങ്കൺ റെയിൽപാതയുടെ നീളം 760 കിലോമീറ്റർ ആണ്. കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് 1998 AB വാജ്പേയിയാണ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മാംഗ്ലൂർ വരെ. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മാംഗ്ലൂർ വരെയാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നിവ. കൊങ്കൺ പാതയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ തുരങ്കമാണ് ഗോവയിലെ ഖർബുഡെ. ഒന്നാമത്തേത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ജമ്മു ആൻഡ് കാശ്മീരിലെ പീർ പഞ്ചലാണ്. ചരക്കു നീക്കം സുഗമമാക്കുന്നതിന് കൊങ്കൺ റെയിൽവേ ഏർപ്പെടുത്തിയ സംവിധാനമാണ് റോ ട്രെയിൻ. കൊങ്കൺ മേഖലയിൽ ഓടുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി.
കൊങ്കൺ മേഖലയിൽ ഓടുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് ഡെക്കാൻ ഒഡീസി. അടുത്തത് ബുള്ളറ്റ് ട്രെയിൻ. ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സുകൾ നോട്ട് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നിലവിൽ വരുന്നത് മുംബൈ ടു അഹമ്മദാബാദ് ആണ്. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നിലവിൽ വരുന്നത് മുംബൈ ടു അഹമ്മദാബാദ്. ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് 2 പേരാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രിയായ ഷിൻസോ ആബെയുമാണ്. ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രിയായ ഷിൻസോ ആബെയുമാണ്. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. നോട്ട് ചെയ്യുക. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഔദ്യോഗിക നാമമാണ് മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ എന്നത്. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഔദ്യോഗിക നാമമാണ് മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ. ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നിലവിൽ വരുന്നത് മുംബൈ ടു അഹമ്മദാബാദ് ആണ്. ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രിയായ ഷിൻസോ ആബെയുമാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ജപ്പാനാണെന്ന്. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഔദ്യോഗിക നാമമാണ് മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ. മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ എന്നതാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഔദ്യോഗിക നാമം. അടുത്തത് നോക്കാം. ഇന്ത്യൻ റെയിൽവേ സാധാരണക്കാർക്ക് വേണ്ടി ആരംഭിച്ച ആദ്യ സമ്പൂർണ്ണ അൺറിസർവ്ഡ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് അന്ത്യോദയ എക്സ്പ്രസ്. അന്ത്യോദയ എക്സ്പ്രസ് എറണാകുളം ടു ഹൗറയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇന്ത്യൻ റെയിൽവേ സാധാരണക്കാർക്ക് വേണ്ടി ആരംഭിച്ച ആദ്യത്തെ സമ്പൂർണ്ണ അൺറിസർവ്ഡ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ. ഇന്ത്യൻ റെയിൽവേ സാധാരണക്കാർക്ക് വേണ്ടി ആരംഭിച്ച ആദ്യത്തെ സമ്പൂർണ്ണ അൺറിസർവ്ഡ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് അന്ത്യോദയ എക്സ്പ്രസ്. അന്ത്യോദയ എക്സ്പ്രസ് എറണാകുളം ടു ഹൗറയാണ്. ആദ്യ റെയിൽവേ കമ്പ്യൂട്ടർ റിസർവേഷൻ സമ്പ്രദായം ന്യൂഡൽഹിയിൽ ആരംഭിച്ച വർഷം നോട്ട് ചെയ്യുക. 1986 1986 ആദ്യ റെയിൽവേ കമ്പ്യൂട്ടർ റിസർവേഷൻ സമ്പ്രദായം ന്യൂഡൽഹിയിൽ ആരംഭിച്ചത്. ഇന്ന് അത് എല്ലാവരുടെയും സുലഭമാണ് അല്ലേ, എന്നാൽ അത് ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ്. നോട്ട് ചെയ്യുക. ആദ്യ റെയിൽവേ കമ്പ്യൂട്ടർ റിസർവേഷൻ സമ്പ്രദായം ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ്. ആരംഭിച്ച വർഷം 1986. ഇന്ത്യയിൽ ഇന്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ച വർഷം നോട്ട് ചെയ്യുക. ആദ്യ റെയിൽവേ കമ്പ്യൂട്ടർ റിസർവേഷൻ സമ്പ്രദായം ന്യൂഡൽഹിയിൽ ആരംഭിച്ചത് 1986 ഇന്ത്യയിൽ ഇന്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ച വർഷം 2002. ഇന്ത്യയിൽ ഇന്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ച വർഷം 2002. പറഞ്ഞു നോക്കാം. ഇന്ത്യൻ റെയിൽവേ സാധാരണക്കാർക്ക് വേണ്ടി ആരംഭിച്ച ആദ്യ സമ്പൂർണ്ണ അൺറിസർവ്ഡ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് അന്ത്യോദയ എക്സ്പ്രസ്. അന്ത്യോദയ എക്സ്പ്രസ് എറണാകുളം ടു ഹൗറയാണ്. ആദ്യ റെയിൽവേ കമ്പ്യൂട്ടർ റിസർവേഷൻ സമ്പ്രദായം ന്യൂഡൽഹിയിൽ ആരംഭിച്ച വർഷം 1986. ഇന്ത്യയിൽ ഇന്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ചത് 2002. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെയിൽവേ നിർമ്മാണ യൂണിറ്റുകൾ അറിഞ്ഞിരിക്കണം. കൺഫ്യൂഷൻ ആവാതെ അതൊന്ന് പഠിച്ചു വയ്ക്കാം. ഡീസൽ ലോക്കോമോട്ടീവ് വാരണാസിയിലാണ്. പ്രധാനപ്പെട്ട റെയിൽവേ നിർമ്മാണ യൂണിറ്റുകളാണ്. ഡീസൽ ലോക്കോമോട്ടീവ് സ്ഥിതി ചെയ്യുന്നത് വാരണാസിയിലാണ്. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ ചിത്തരഞ്ജനിലാണ്.
ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ ചിത്തരഞ്ജൻ. ഡീസൽ ലോക്കോമോട്ടീവ് വാരണാസി, ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് പശ്ചിമ ബംഗാളിലെ ചിത്തരഞ്ജൻ. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലെ പേരാമ്പൂരിലാണ്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലെ പേരാമ്പൂരിലാണ്. റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കപൂർത്തല. റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കപൂർത്തലയിലാണ്. റെയിൽ വീൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരുവിലെ യലഹങ്ക. റെയിൽ വീൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരുവിലെ യലഹങ്കയിലാണ്. ഡീസൽ ലോക്കോ മോഡേണൈസേഷൻ സ്ഥിതി ചെയ്യുന്നത് പട്യാല. ഡീസൽ ലോക്കോ മോഡേണൈസേഷൻ സ്ഥിതി ചെയ്യുന്നത് പട്യാലയിലാണ്. ഡീസൽ ലോക്കോമോട്ടീവ് വാരണാസി, ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് പശ്ചിമ ബംഗാളിലെ ചിത്തരഞ്ജൻ. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലെ പേരാമ്പൂർ. റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തല. റെയിൽ വീൽ ഫാക്ടറി ബംഗളൂരുവിലെ യലഹങ്ക. ഡീസൽ ലോക്കോ മോഡേണൈസേഷൻ പട്യാല. ഡീസൽ ലോക്കോമോട്ടീവ് വാരണാസിയിലാണെങ്കിൽ ഡീസൽ ലോക്കോ മോഡേണൈസേഷൻ പട്യാലയിലാണ്. പറഞ്ഞു നോക്കാം. റെയിൽവേ നിർമ്മാണ യൂണിറ്റുകളാണ് പ്രധാനപ്പെട്ട റെയിൽവേ നിർമ്മാണ യൂണിറ്റുകൾ. ഡീസൽ ലോക്കോമോട്ടീവ് വാരണാസിയിലാണ്. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് പശ്ചിമ ബംഗാളിലെ ചിത്തരഞ്ജനിലാണ്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലെ പേരാമ്പൂരിലാണ്. റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തല. റെയിൽ വീൽ ഫാക്ടറി ബംഗളൂരുവിലെ യലഹങ്ക. റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയിലും റെയിൽ വീൽ ഫാക്ടറി ബംഗളൂരുവിലെ യലഹങ്കയിലുമാണ്. ഡീസൽ ലോക്കോ മോഡേണൈസേഷൻ പട്യാലയിലാണ്. പട്യാല. അപ്പൊ ഇതൊന്ന് കൺഫ്യൂഷൻ ആവാതെ ഓർത്തിരിക്കുക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ റെയിൽവേയെ കുറിച്ചാണ്. റെയിൽവേയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം നമുക്കറിയാം. എവിടെ മുതൽ എവിടെ വരെയാണെന്ന് നമുക്കറിയാം അല്ലേ. കേരളത്തിലെ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം 1861 മാർച്ച് 12 ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ്. കേരളത്തിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം നോട്ട് ചെയ്യുക. 1861 മാർച്ച് 12 ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ്. എന്നാൽ തിരുവിതാംകൂറിൽ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് അതൊന്ന് നോട്ട് ചെയ്യാം. തിരുവിതാംകൂറിൽ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം 1904 നവംബർ 26 ചെങ്കോട്ട മുതൽ പുനലൂർ വരെ. തിരുവിതാംകൂറിൽ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1904 നവംബർ 26 ചെങ്കോട്ട മുതൽ പുനലൂർ വരെ. കേരളത്തിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം 1861 മാർച്ച് 12 ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ്. തിരുവിതാംകൂറിൽ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1904 നവംബർ 26 ചെങ്കോട്ട മുതൽ പുനലൂർ വരെയാണ്. കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളാണ് തിരുവനന്തപുരം, പാലക്കാട്. കേരളത്തിലെ 2 റെയിൽവേ ഡിവിഷനുകളാണുള്ളത്, തിരുവനന്തപുരവും പാലക്കാടും. കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളാണ് തിരുവനന്തപുരം, പാലക്കാട്. ഈ തിരുവനന്തപുരവും പാലക്കാടുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് നോക്കാം. കേരളത്തിലെ ആദ്യ റെയിൽവേ ഡിവിഷനാണ് പാലക്കാട്. നോട്ട് ചെയ്യാം. കേരളത്തിലെ ആദ്യ റെയിൽവേ ഡിവിഷനാണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷനാണ് തിരുവനന്തപുരം. നോട്ട് ചെയ്യുക. കേരളത്തിലെ ആദ്യ റെയിൽവേ ഡിവിഷനാണ് പാലക്കാട്. ആദ്യത്തേത് ചോദിച്ചാൽ പാലക്കാട്, ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ചോദിച്ചാൽ തിരുവനന്തപുരം. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചാൽ ഷൊർണൂരാണ്. മാറിപ്പോരുത്, നോട്ട് ചെയ്യാം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതൊന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് കൊല്ലം. നോട്ട് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം ചോദിച്ചാൽ കൊല്ലമാണ്.
അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകൾ 2 എണ്ണമാണ്, തിരുവനന്തപുരം, പാലക്കാട്. കേരളത്തിലെ ആദ്യ റെയിൽവേ ഡിവിഷനാണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷനാണ് തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് കൊല്ലം. നോട്ട് ചെയ്യുക, റെയിൽവേ പ്ലാറ്റ്ഫോം കൊല്ലമാണ്. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കേരളവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സർവീസ് ആരംഭിച്ച വർഷം 1861 മാർച്ച് 12, ബേപ്പൂർ മുതൽ തിരൂർ മുതൽ ബേപ്പൂർ വരെ. അതൊന്ന് നോട്ട് ചെയ്യാം. തിരുവിതാംകൂറിൽ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1904 നവംബർ 26 ചെങ്കോട്ട ടു പുനലൂർ വരെ. കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളാണ് തിരുവനന്തപുരം, പാലക്കാട്. കേരളത്തിലെ ആദ്യ റെയിൽവേ ഡിവിഷനാണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷനാണ് തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് കൊല്ലം. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സർവീസ് ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കി, വയനാട് എന്നിവ. റെയിൽവേ സർവീസ് ഇല്ലാത്ത കേരളത്തിലെ 2 ജില്ലകളാണ് ഇടുക്കി, വയനാട് എന്നിവ. ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള കേരളത്തിലെ ജില്ലയാണ് പത്തനംതിട്ട. പത്തനംതിട്ടയിലെ റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള കേരളത്തിലെ ജില്ലയാണ് പത്തനംതിട്ട, തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലെ അവസാന മീറ്റർ ഗേജ് പാതയാണ് കൊല്ലം ടു ചെങ്കോട്ട. കൊല്ലം ടു ചെങ്കോട്ടയാണ് കേരളത്തിലെ അവസാന മീറ്റർ ഗേജ് പാത. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ തീവണ്ടി ദുരന്തമാണ് പെരുമൺ ദുരന്തം. പെരുമൺ ദുരന്തം കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തമാണ് പെരുമൺ ദുരന്തം. പെരുമൺ ദുരന്തം നടന്ന വർഷം 1988 ജൂലൈ 8. പെരുമൺ ദുരന്തം നടന്ന വർഷം നോട്ട് ചെയ്യുക, 1988 ജൂലൈ 8. കേരളത്തിൽ ഇലക്ട്രിക് ട്രെയിൻ ആരംഭിച്ച വർഷം 2000. കേരളത്തിൽ ഇലക്ട്രിക് ട്രെയിൻ ആരംഭിച്ച വർഷം 2000. 2002 നമ്മൾ വേറൊരു കാര്യം നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇന്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ച വർഷം 2002. മാറിപ്പോവരുത്. കേരളത്തിൽ ഇലക്ട്രിക് ട്രെയിൻ ആരംഭിച്ച വർഷം 2000. പാലരുവി എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് പാലക്കാട് മുതൽ തിരുനെൽവേലി വരെയാണ്. പാലരുവി എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് പാലക്കാട് മുതൽ തിരുനെൽവേലി വരെയാണ്. പറഞ്ഞു നോക്കാം. റെയിൽവേ സർവീസ് ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കി, വയനാട്. ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള കേരളത്തിലെ ജില്ലയാണ് പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലെ അവസാന മീറ്റർ ഗേജ് പാതയാണ് കൊല്ലം ടു ചെങ്കോട്ട. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ തീവണ്ടി ദുരന്തമാണ് പെരുമൺ ദുരന്തം. പെരുമൺ ദുരന്തം നടന്ന വർഷം 1988 ജൂലൈ 8. കേരളത്തിൽ ഇലക്ട്രിക് ട്രെയിൻ ആരംഭിച്ച വർഷം 2000. കേരളത്തിൽ ഇലക്ട്രിക് ട്രെയിൻ ആരംഭിച്ച വർഷം 2000. പാലരുവി എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് പാലക്കാട് ടു തിരുനെൽവേലി വരെയാണ്. അപ്പം നമ്മൾ ഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ട് റെയിൽവേ കുറിച്ചാണ് പഠിച്ചത്. ഇന്ത്യൻ റെയിൽവേ, കേരള റെയിൽവേ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക. ഗതാഗതം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി നമുക്ക് റോഡ് ഗതാഗതം ഉണ്ട്, വ്യോമ ഗതാഗതം ഉണ്ട്, ജലഗതാഗതം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. ഇപ്പോൾ റെയിൽ ഗതാഗതം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വയ്ക്കാം. താങ്ക്